നല്ല അടിപൊളി ലൈഫ് ശ്രദ്ധിക്കുക. ഓക്കെ, ഹലോ ഗൈസ്, ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് അരിപ്പാറ വെള്ളച്ചാട്ടത്തിലാണ്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം, കുറേ ആൾക്കാർ ഇപ്പോൾ കുളിക്കുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അപ്പോൾ ഒന്നത് അവിടെ നിന്നില്ല, ഇവിടെ കുളിക്കുന്നതാണ്. അതേമാതിരി അവിടെ പിള്ളേർ കുളിക്കുന്നതാണ്, കുറേ പിള്ളേർ കുളിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ കുറേ വെള്ളച്ചാട്ടമുണ്ട്. എല്ലാം നല്ലതാണ്, കാണാൻ നല്ല രസമുള്ളത്, ഡേഞ്ചറായ പുഴകളാണ്. അപ്പോൾ വെള്ളം വരുന്നത് എപ്പോഴും വേനൽക്കാലത്ത് പോലും വെള്ളം വരുന്ന പല പല പുഴകളുണ്ട് നമ്മളെ ഈ പഞ്ചായത്തിൽ. അപ്പോൾ അതുപോലെ തന്നെ അതായത് ഒരു വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ അരിപ്പാറ, പതങ്കയം, പത്താങ്കയം, തുഷാരഗിരി, ഈ 4 വെള്ളച്ചാട്ടമുള്ള സ്ഥലമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പുറമെ നിന്നുള്ള ആൾക്കാരാണ് വരുന്നത് ഇവിടെ ഈ പുഴയിൽ കുളിക്കാൻ വരുന്നത്, പുറമക്കാരാണ്. അപ്പോൾ അതിലും പകുതി ആൾക്കാർ ഈ ചെറുപ്പക്കാരാണ്. അപ്പോൾ ഈ ചെറുപ്പക്കാർ വന്നിട്ട് ഇവിടെ മരണപ്പെട്ടതും കുറേ പിള്ളേരും മരണപ്പെട്ടിട്ടുണ്ട്. 10, 24, 25 വയസ്സുള്ള പിള്ളേർ കൂടുതൽ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ വേനൽക്കാലം ആയതുകൊണ്ട് ഈ പുഴകളിൽ ഇപ്പം എത്തുന്നത് ഇപ്പോൾ എല്ലാവർക്കും തന്നെ കാണാൻ പറ്റും, എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ തന്നെ എല്ലാവരും വരുമ്പോൾ നമ്മൾ ഗൈഡുകളുണ്ട് ഇവിടെ, ഈ അരിപ്പാറ തന്നെ ഗൈഡുകളുണ്ട്. അപ്പോൾ അവരെ നിർദ്ദേശപ്രകാരം മാത്രം പുഴയിലിറങ്ങുക. അതേമാതിരി കുട്ടികളെ പുഴയിലിറക്കാതെ നോക്കുക. എന്നുവെച്ചാൽ കുട്ടികൾക്ക് കുളിക്കാൻ വേണ്ടി അവിടെ ചെറിയ ചെറിയ കയങ്ങളുണ്ട്. അപ്പോൾ അതിനകത്ത് കുട്ടികളെ ഇറക്കുക, എന്നാലും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നീന്തലറിയാത്ത ആരും തന്നെ ഈ പുഴയിൽ ഇറങ്ങാതിരിക്കുക. അപ്പോൾ എല്ലാവരും വരിക, എൻജോയ് ചെയ്യുക, ജാഗ്രത. ഓക്കെ, അപ്പോൾ നമ്മൾ അരിപ്പാറത്തെ കുളി വൈൻഡപ്പ് ചെയ്ത് തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അതെ, അപ്പോൾ നമ്മളിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ നിരഞ്ജന ഇപ്പോൾ ഇവിടെ ഡ്യൂട്ടിക്ക് പോകുന്നുണ്ട്. അപ്പോൾ നിരഞ്ജൻ പോകാന്ന് പറഞ്ഞാൽ പിന്നെ ഒറ്റ കാര്യമേ ഉള്ളൂ, എൻജോയ് ചെയ്യുക, ഒറ്റ ലൈഫേ ഉള്ളൂ, സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക എല്ലാവരും. ഓക്കെ.